ഗുഡ് മോർണിംഗ്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. രാവിലെ എണീറ്റ് കുളിച്ച് മാറ്റിയെല്ലാം സെറ്റായി. എല്ലാവരും കൂടി വന്ന് എത്തി. നമ്മള് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാൽ ചായ വേണമെങ്കിൽ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഉണ്ട്. ജസ്റ്റ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. വണ്ടിയാണ് വണ്ടി. നല്ല ട്രാഫിക്കാണ്. വണ്ടി പാട്ട് സൗണ്ട് കേൾക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണ്. എടുത്തി ഡൽഹി എത്തിയാ? ഡൽഹി എത്തി പോലും. ഡൽഹി എത്തി ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഇടക്കിടക്ക് വ്ലോഗ് എടുക്കാൻ മറന്നു പോകുന്നുണ്ട് ഗൈസ്. കൊരിയൻ കൊരിയൻ കൊരിയൻ. ഗൈസ് ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. ഗൈസ് ഫുഡ് കഴിക്കുന്നതാണ്. ഫുഡ് കഴിക്കുന്നതാണ്. അപ്പവും മുട്ടക്കറിയും. ഫുഡ് കഴിക്കുന്നതാണ്. ഫുഡ് കഴിച്ചിട്ട് ദോശയും മുട്ടക്കറിയാണ്. അതോട്ടെ കുഴപ്പമൊന്നുമില്ല. അനക്ക് കുഴപ്പമില്ല. അവിടെ ഫുഡൊക്കെ എങ്ങനെയാണ് ആദി? കുഞ്ഞു ഫുഡൊക്കെ ഇട്ട് ഋഷി ഫുഡൊക്കെ ഉണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഫുഡൊക്കെ ഉണ്ട്. കുത്തി കഴിഞ്ഞേർത്താണ് വേറെന്തോ കണ്ടത്. കുത്തി കഴിഞ്ഞേർത്തല്ല കണ്ടല്ല. ഓയാട്രാ ഫുഡ് സൂപ്പർ ഫുഡാണ്. ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വണ്ടി വരുന്നുണ്ട്. ഏതാ സ്ഥലം എന്നറിയാം? സ്ഥലത്തിന് വേറെ അറിയാം. എവിടത്തേക്ക് പോകുന്നത്? നമ്മളെ ഗാന്ധിജീന്റെ എന്തോ സംഭവം. ഗാന്ധിജീന്റെ എന്തോ സംഭവം പോലെ പുള്ളിക്കാരി ഞാൻ നോക്കിട്ട് പറഞ്ഞതാ. अच्छा व्यू है. ഗാന്ധിജിന്റെ മന്ദിരം കൂടെ ഞാൻ പുറത്തു
ओ बंगाली बंगाली കുറെ പിള്ളേരും കാര്യങ്ങളുണ്ട്. ഏത് സ്കൂളാണെന്ന് അറിയില്ല. എല്ലാ പിള്ളേരാ. അതോ ഇത് എല്ലാം സെയിം സ്കൂൾ, എല്ലാം ഒരേ യൂണിഫോമില്. അങ്ങോട്ട് പോയി നോക്കട്ടെ എന്തെല്ലാം സംഭവങ്ങൾ. ഇത്ര നല്ല പുല്ലാന്ന് തോന്നുന്നു. താങ്കൾ തൊമ്മാണിയല്ലേ? തൊമ്മാണി ഗാന്ധിജി മരിച്ചതേ ഇല്ലുവാടാ. ഗാന്ധിജിന്റെ ശവകൂടി അവിടെ കാണുന്നത് ഒരു ശവക്കല്ലറാണ്. രസം തോർക്കേ ഇത് നമ്മള് സ്കൂൾ ഗ്രൗണ്ടിൽ പോയാലോ. ഗാന്ധിജി മരിച്ചതൊന്നും ശവകുടീരം. ഗാന്ധിജിന്റെ ശവകുടീരം. നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. സൗകര്യത്തിനതാ തലകൂടിയെല്ലാം ഇട്ടിട്ട് ഫ്ലാഗ്, ഇന്ത്യക്ക ഫ്ലാഗ്. ഓക്കെ പിന്നെ ഞങ്ങളെ രാജ്യഘട്ടത്തിന് പുറത്തേക്ക് പോകാനാണ് ഉള്ളില്. ഗാന്ധിജിന്റെ ശവകുടീരം അത് മാത്രമേ അതിനകത്ത് കാണാനില്ല. അതും ഉള്ളോട്ട് അടുത്തോട്ട് പോകാൻ പറ്റില്ല. വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കുറെ പുല്ലും കാടും മാത്രമേ കാണാനുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല വൈബ് സ്ഥലം. നട്ടപ്പരുന്ന വെയിലും കൊണ്ട് ഇരുന്നോളൂ ഉച്ചക്കലം വന്നില്ലെങ്കിൽ. പക്ഷെ വൈബ് സ്ഥലം, നല്ല പച്ചപ്പോയിട്ട് നല്ല വൈബ് സ്ഥലം. പോലെ നോക്കറോ വൈബ് സ്ഥലമാണ്. കുറച്ച് എഴുതേണ്ട വൈകുന്നേരം പോയിട്ട് കുറെ നേരം ഇരുന്ന് വൈബ് അടിക്കാം. വീടിന് അടുത്ത സ്ഥലത്തേക്ക് വിടാം. വെള്ളം കുടിക്കണം, ദാഹിക്കുന്നുണ്ട്. വെള്ളം മേടിച്ച് വെള്ളം കുടിക്കണം. അപ്പൊ നോക്കാം, അടുത്ത സ്ഥലത്ത് വരാം. ബൈ. സുഡോ 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 ഒരു സിപ്പ് ഒരു സിപ്പ് ഒരു സിപ്പ് ഒരു സിപ്പ്. ഐസ്ക്രീം അല്ല, കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം. വെറും പച്ചവെള്ളം, വെറും പച്ചവെള്ളം. ഓരോ വർത്താനം കേട്ട് വാങ്ങിയത് 100 ഉറുപ്പിയാണ് കിട്ടിയത്. എന്താ ഈ വീടിനകത്ത് വെട്ടിയ സാധനം മുട്ട. കോൾഡ് കോഫിതാ, കോൾഡ് കോഫി 60 ഉറുപ്പ്യ. വെട്ടിയ സാധനം, വെട്ടിയ സാധനം. ലൈംസോട് 60 ഉറുപ്പിയ. നിങ്ങൾക്ക് ഒരാളെ കാണിച്ചില്ല, ഇയാളെ അറിയെങ്കിൽ കമന്റ് ചെയ്യുക. ഇതാരാണെന്ന് അറിയുമോ? ഇയാളെ അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ അടുത്ത് സ്പോട്ടിലെത്തി. റെഡ് ഫോർട്ടിലെത്തി. തൊമ്മാണിതാ ക്യാമറമാൻ തൊമ്മാണി. ക്യാമറമാൻ തൊമ്മാണി നോക്കറോ ജാതി ക്യാമറമാനാ. അടുത്തൊരു ക്യാമറമാൻ വേറൊരു ക്യാമറമാൻ ഉണ്ട്, ഋഷി, ഋഷി. കഞ്ചാവ് കാണണം, കഞ്ചാവ് അല്ല സ്വയംഭം കഞ്ചാവ്. പോടാ പിന്നെ നോക്കറോ ശരിയായ കഞ്ചാവ്. തൊമ്മാണി കുറച്ച് പറിച്ചെടുക്കുന്ന. ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യില്ലല്ലോ. എന്നാലും പറിച്ചെടുക്കുന്ന വിറ്റോടെങ്കിൽ പൈസ അല്ലേ? അല്ല അതെ ലാഭമാണ്. ലാഭമാണ്. പിടിക്കുന്നവരെ എല്ലാം ലീഗലാന്ന്. പിടിച്ചു കഴിഞ്ഞാലേ ഇല്ലീഗലുള്ളൂ.
ബ്ലോഗിന് ശേഷം പോയിട്ട് പറിക്കുന്നു. വ്ളോഗ് ഇവിടെ കട്ട് ചെയ്തതാണ്, ഞാൻ പിന്നെ വരാം. ഇനിയും വേണം നിനക്ക് ഈ കഴിവില്ല. സീനാണ്. തൊമ്മാണി അവിടെ പോയ ആൾക്കാരുണ്ടോ? തൊമ്മാണിക്ക് ചങ്ങായിനെ കിട്ടി. തൊമ്മാണീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, തൊമ്മാണിക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. തൊമ്മാണി സീൻ തന്നെയാണ്. കോട്ടിൻ്റെ മുകളിൽ കാണിച്ചതാ കൊടി ഫ്ലാഗ്. അത് എങ്ങനെയുണ്ട് രണ്ടാമത്തെ ദിവസം? സൂപ്പറാണ്. നല്ല സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ വെയിൽ കുറച്ച് ജാസ്തി, നല്ല വെയിലാണ്. ഓക്കെ അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. പിള്ളേരുടെ മുമ്പ് പോകുന്നുണ്ട്. ഓ പ്രാവ് ഇറക്കുന്ന പ്രാവ് മുത്ത്. നൈസ് വ്യൂ. ഷോപ്പുകളാണ് അതൊന്ന് നിൽക്കുന്നത്. അത് ഫുള്ള് സൈഡിലുള്ള ഷോപ്പുകളാണ്. എന്താ എനിമേൻ്റെ എന്തോ നെറൂട്ടോ എനക്കറിയില്ല. ഈ സാധനം എനക്കറിയില്ല. എന്താണ് സംഭവം? നെറൂട്ടോയുടെ ഒരു ക്യാരക്ടറാണ് സാസ്കി ഉച്ചിഹ. വരാനില്ല. എനിമി ഫാൻസ്. ഒരു അനിമി ഫാനിന്റെ രോദനം. അടുത്ത അനിമി ഫാൻ. പറയൂ എന്താണ് വേണ്ടത് താങ്കൾക്ക്? വാളതാ. ആരെ വാള്? ആര്? സ്മോൾ ബ്ലോക്ക്. ഓക്കെ. റെഡ് ഫോർട്ടിന്റെ അടുത്ത ഉള്ളിലേക്കുള്ള വ്യൂ. സൈഡില് നല്ല പച്ചപ്പുല്ല്, കുറെ മരങ്ങളുണ്ട്, വലിയ ബിൽഡിങ്ങുകളുണ്ട്. വ്ളോഗ് എടുക്കാനൊന്നും അറിയില്ല, എന്തെല്ലോ എടുത്തു കൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയത് കമന്റ് ഇട്ടോ, എന്നാ വെച്ചാ കമന്റ് ഇട്ടോ കേട്ടാ. കുറച്ച് ചീത്തേൻ്റെ കുറച്ച് വർക്കണം കേട്ടാ. ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, ഇത് പറ്റുന്നല്ലേ നിങ്ങൾ കമന്റ് ഇട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറെ സമയം കുത്തിരിക്കുന്നുണ്ട്. കാല് വേന എടുത്തിട്ടാ. ആ നോട്ടം ഇവിടത്തേക്കാണോ? മാർബിളിന്റെ ശരിയായ സാധനം. തല വെച്ച് കിടന്നു കഴിഞ്ഞാൽ ആടെ ഉറങ്ങിപ്പോ. നല്ല നൈസ് തണുപ്പ്. ഇത്രയും പൊരി വെയിലത്ത് കിടന്ന് നല്ല തണുപ്പാ ഈ മാർബിളില്. മുത്തേ നോക്കിയാ വർക്കറ നോക്കിയാ ശരിയായ വർക്ക. എന്ത് അടിക്കുടിക്കാനാ?
കറുത്ത കളർ കണ്ടിട്ട് ഒരു അടിക്ക് പിടിച്ചു. അടിക്കല്ല, മോള് പിടിച്ചില്ല. ചെയർമാന്റെ ഓരോ ഫലിതങ്ങളെ എന്നാണ് നമ്മുടെ നാട്ടിലൊന്നും ആദ്യം കാണാൻ കിട്ടാത്ത സാധനം അത്. പ്രാർത്ഥിക്കണം. പോന്ന നമ്മളെ നാട്ടിലൊന്നും അധികം കാണാൻ കിട്ടാത്ത സാധനം എന്നാലും നല്ല പച്ചപ്പ് ആ സ്ഥലമാണ്. നല്ല മരവും കാറ്റ്, വെയിലുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ ആ വെയിലിനെ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പിള്ളേർ അവിടെ കിടന്നിട്ടില്ല. പിള്ളേർ അവിടത്തേക്ക് വിടാം, അവിടെ പോയി കിടക്കാം. ഞാൻ പറയുന്നുണ്ട്. ചോദിക്കാലോ, ജസ്റ്റ് ചോദിക്കാ. വാ ഉണ്ടാ എന്നാലും പറയെല്ലാം വന്ന് ഇന്ന് തണുത്തോളം കുടിച്ച് തൊണ്ടയെല്ലാം പണി. നിങ്ങൾ ഋത്തിക് റോഷന്റെ വെള്ളം കണ്ടാ കാണിച്ചതാ. ഋത്തിക് റോഷന്റെ വെള്ളമാണ്. കുടിച്ചാൽ ഋത്തിക് റോഷനെ പോലെ ആകും പോലും. ഒരു കുപ്പിക്ക് എത്രയായി? MRP എല്ലാം കൊടുത്തു. MRP ഒന്നും കാണിയൊന്നുമില്ല. നിങ്ങൾ കണ്ട കമന്റ് ചെയ്യടി MRP ഉണ്ടെങ്കിൽ. അവിടെ എന്തോ ചില്ലും കൂട്ടിലെന്തോ ഉണ്ട്, എന്നാന്ന് കാണുന്നില്ല. സംഭവം ഒന്നും അറിയില്ല. ചില്ലും കൂടൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാമോ എന്തോ ചില്ലിൻ ഒന്നും കാണുന്നില്ല. റിഫ്ലക്ഷൻ ആണെന്ന്. ബാക്കിലുള്ള സാധനമാണ് എന്തോ സംഭവം. ഇതിന്റെ കവർ മാത്രം നോക്കിയാൽ ഇത് കുറച്ചൊക്കെ കാണാം. റിഫ്ലക്ഷൻ അടിക്കും. റിഫ്ലക്ഷൻ ആയിട്ട് ഒരു ചില്ലും കൂടെ ഉണ്ട്. എന്തിനാ ഇട്ട് വെച്ചതെന്ന് അറിയില്ല. ഇതൊന്നും സംഭവം ഒന്നും അറിയില്ല. അറിയുന്നവർ കമന്റ് ഇടുക, അറിയാത്ത നോക്കി വായിക്കുക. അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഇവിടുന്ന് വിടുന്നതാണ്. ഓക്കെ ബൈ. അടുത്ത ഫുഡ് കഴിക്കാനായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് കാണാം. ഓടല അതിയടാ ചത്തോടൊക്കെ വിശക്കുന്ന 1-2 മണിയായി. അത്ര വാച്ചടിച്ചു പോയി ഗൈസ്. വാച്ചടിച്ചു പോയി. സമയം 1:52 അയ്യോ വിശക്കുന്ന ഗൈസ്. ഫുഡ് കഴിക്കാനല്ലോ. അമ്മ അറിയില്ല, നോക്കാം നമുക്ക്. നമ്മളെ ചങ്ങായി ഇവിടെ അറിയില്ല. മാർക്കറ്റിൽ നിന്ന് വീടെടുക്കാൻ ഫോണും ഉണ്ടാവില്ല. ഷഡ്ഡിയുടെ കീശയല്ല ഫോണല്ല. അരേല് ഫുഡ് കഴിക്കുന്നത് തരാം. ഫുഡ് ഒന്നും അറിയില്ല. ഓക്കെ എന്നാല് കുറെ സമയം ഫുഡ് വന്നില്ല. എല്ലാവരും ചത്ത അവസ്ഥയായി. സമയം കാണിച്ച 3 മണി 3:02. എന്നെ ഉച്ചക്കത്തെ ഫുഡ് കിട്ടിയില്ല. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. വന്ന് ഫുഡെന്നാ ബട്ടർ ചിക്കനും പൊറോട്ടയാണ്. പൊറോട്ട വന്ന സാധനം ചപ്പാത്തിയാ.
ചപ്പാത്തി ബട്ടർ ചിക്കൻ. അവിടെ എങ്ങനെ നവി എങ്ങനെയുണ്ട് പോരാ കാരണം പോലെ വരും നവി പറഞ്ഞ ഞാൻ കഴിച്ചിട്ട് പറയാം എന്നാ എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. റൊട്ടിയും ബട്ടർ ചിക്കൻ എന്ത് സാധനം. എത്രയും പെട്ടെന്ന് നാട് വീണ് കേട്ടാ കേരളം മസ്റ്റ് ചോറ് തിന്നാൻ എന്ത് സാധനം ചിക്കൻ മുട്ട ബട്ടറാത് അല്ല ബട്ടറായത് സാധനം. കക്ക എങ്ങനെയുണ്ട് നീ എടുത്തോ ലൂമ്പിയ സാധനം ഇരി എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ എണ്ണപ്പാടം കണ്ടെത്തിയിരിക്കുന്നു. എണ്ണപ്പാടം ആയിരിക്കും എണ്ണ വേണ്ടിക്ക് കോണ്ടാക്ട് ചെയ്യുക. അരി ആദ്യമായിട്ട് തിന്നോണ്ടാറില്ല, നല്ല ഫ്ലോപ്പ് സാധനം, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കക്ക എങ്ങനെയുണ്ട് അർജുൻ എങ്ങനെയാ അതി കൊറോസ ഫസ്റ്റ് ടൈം ഇന്നലെ നല്ല ഫുഡ്, ഇന്നലെ നൈസ് ഫുഡ്. അതിന് ഹോട്ടലിലെ ഫിഷ് ടാങ്ക്, ഹോട്ടലിലെ ഫിഷ് ടാങ്ക് ഇതിൻ്റെ അകത്ത് ഒന്നിനെ പിടിച്ച് കറി വെച്ചാൽ മതി അല്ലേ. ആന വിട്ടാനോ ഞാൻ കക്കൂസ് പോകാൻ പോയി പിള്ളേരുടെ താവട്ടേക്ക് വിട്ട് നമ്മളിവിടുന്ന് കൊല്ലത്തുള്ളൊരു ടീംസ് ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് അടുത്ത പരിപാടി പർച്ചേസ് അല്ലേ. പർച്ചേസിന് കാട്ടിന് ഫോൺ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല എടുത്തിട്ട് കാണിച്ചില്ല. നോക്കാം നമുക്ക്. ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് വ്ലോഗ് എടുക്കാൻ. രണ്ട് ജാക്കറ്റ് വാങ്ങി 500 രൂപയ്ക്ക്. പിന്നെ സാരംഗു ഇതെല്ലാം എന്തെല്ലാം വാങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മണാലിക്ക് പോകണം, ബസ്സിലേക്ക് നടക്കുന്നത്. മണാലി പോകാനുള്ള ചാർജ് കുറവാണ്, അതുകൊണ്ട് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ഒന്നും എടുക്കുന്നില്ല. ഒക്കെ പറ്റെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. കുഴപ്പമില്ല, നല്ല ഫുഡ് കാണാൻ പറ്റും. ഉച്ചക്കത് ഭയങ്കര മോശം ഫുഡാണ്. ഇത് നമ്മളെ സ്വന്തം പൈസക്ക് തന്നെ മേടിച്ചേട്ടാ. പാക്കേജിലെ ഫുഡല്ല, പാക്കേജ് നൈറ്റ് ഫുഡില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ആ ഓക്കെ. നമസ്കാരം. അടുത്ത 8:30 ഓക്കെ. ഇനി രാവിലെ മണാലി എത്തിയിട്ട് എൻ്റെ ഫോണ് ചാർജ് തീർന്ന് സൊമ്മാൻ്റെ ഫോണാണ് ഇപ്പോൾ ഇതെടുക്കുന്നത്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ മണാലി പോവാണ്. ബസ് കയറി എല്ലാവരും ഉറങ്ങുന്നതാണ്. ചാർജ് നോക്കിയിട്ടുള്ള ഫോണ്. അപ്പോൾ നാളെ രാവിലെ മണാലി എത്തിക്കണം. രാവിലെ 7 മണിയാവുമ്പോൾ മണാലി എന്തായാലും എന്നിട്ടാണ് അവർക്ക് ബൈക്ക് ഇറങ്ങുന്നത്. ബൈക്ക്